ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, സ്തോത്രം. റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന 13ാമത് ഓൺലൈൻ കൺവെൻഷൻ്റെ 3ാമത്തെ ദിനമാകുന്ന ഇന്നത്തെ ദിവസം ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ സർവ്വകൃപാലുവാകുന്ന കർത്താവ് എനിക്ക് നൽകി തന്നതാകുന്ന നല്ല ഭാഗ്യത്തിനായി ഞാൻ എൻ്റെ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇതിലേക്ക് എന്നെ ക്ഷണിച്ചിരിക്കുന്നതാകുന്ന ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിനായിരിക്കുന്ന കർത്താവിൽ ശ്രേഷ്ഠദാസി ഹല്ലേലൂയ റോസലിൻ സുരേഷിനോടുള്ളതാകുന്ന എൻ്റെ നന്ദിയെയും വന്ദനത്തെയും ഞാൻ ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. അപ്പോൾ തന്നെ എന്നെ ലൈവിൽ ശ്രവിക്കുന്നതാകുന്ന എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ എൻ്റെ വന്ദനത്തെ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഈ സന്ധ്യായാമത്തിൽ എനിക്ക് ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം സംസാരിപ്പാൻ തക്കവണ്ണം ലഭിക്കപ്പെട്ടിരിക്കുന്നതാകുന്ന ഒരു വിഷയമുണ്ട്. അത് എന്നുള്ളത് ദൈവത്തിൻ്റെ സഭയാം തോട്ടം എന്നുള്ളതാകുന്നു. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സഭയാകുന്ന തോട്ടത്തെ പറ്റി ഈ സാധുവായിരിക്കുന്ന എൻ്റെ എളിയ നാവ് കൊണ്ട് ഞാൻ എത്രമാത്രം പറഞ്ഞാലും അത് എത്രമാത്രം പൂർണ്ണമാകുമെന്ന് എനിക്ക് പറയുവാൻ സാധിക്കത്തില്ല. ആ വലിയ സത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതാകുന്ന ആ ദൗത്യത്തിലേക്ക് കടക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധാനത്തിലായിരിക്കണം. ഈ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നമ്മോട് സംസാരിക്കുവാനും അതിൻ്റെ ആധികാരികതയിലേക്ക് നമ്മെ ഇറക്കുവാനും നാം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഒരു ക്രിസ്തീയ ജീവിതം ചെയ്യുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതുക്കമുള്ള ഒരു ജീവിതം ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്കറിയാം, അഖിലാണ്ടങ്ങളുടെ ഉടയവനാകുന്ന കർത്താവിൻ്റെ ഈ ഭൂമിയിലെ പദ്ധതികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവും അതുപോലെ തന്നെ മഹത്തരവുമാകുന്ന ഒരു പദ്ധതിയും പ്ലാനുമായിരുന്നു ദൈവസഭ എന്നുള്ളത്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഒളിഞ്ഞും മറഞ്ഞും കിടക്കുന്നതാകുന്ന ചില ഉപമാനങ്ങളിൽ കൂടെ നമുക്ക് ദൈവസഭയെ ആദിയോടന്തം നമുക്ക് കാണുവാൻ കഴിയുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സഭയെ പല വിഷയങ്ങളോട് സാമ്യപ്പെടുത്തി നമുക്ക് കാണുവാൻ കഴിയും. അതിനകത്ത് തോട്ടമുണ്ട്, അതിനകത്ത് കെട്ടിടമുണ്ട്, ക്രിസ്തുവിൻ്റെ ശരീരത്തോട് അനുരൂപപ്പെടുത്തി അതിനെ പറയുന്നുണ്ട്. ഇങ്ങനെ കച്ചയോട് അവിടുന്ന് അനുരൂപപ്പെടുത്തി പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളോട് സാമ്യപ്പെടുത്തി ദൈവത്തിൻ്റെ സഭയെ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അതിനെ ആസ്പദമാക്കി ഇന്നത്തെ ചിന്തയ്ക്ക് നമുക്കൊരു വേദഭാഗം വായിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. എൻ്റെ സഹോദരി, എൻ്റെ കാന്ത, കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ. ഹല്ലേലൂയ. ഇവിടെ ഈ വാക്യത്തിൽ തന്നെ നമുക്ക് മറ്റ് 3 ഉപമാനങ്ങളെ നമുക്കിവിടെ കാണുവാൻ കഴിയും. ദൈവസഭയെ 3 വിഷയത്തോട് ഉപമിച്ചിവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ പറയുന്നതാകുന്ന ഒരു കാര്യം കെട്ടി അടച്ചിരിക്കുന്ന തോട്ടം, അടച്ചിരിക്കുന്ന നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന കിണർ. അപ്പം ഇതിനകത്ത് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നതാകുന്ന വിഷയമെന്ന് പറയുന്നത് കെട്ടി അടച്ചിരിക്കുന്ന അല്ലെങ്കിൽ സഭയാകുന്ന തോട്ടത്തെ പറ്റിയാണ് പറയുവാൻ എനിക്ക് കർത്താവ് അവസരം ഒരുക്കി തരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളതാകുന്ന 2 കാര്യങ്ങളെയും കൂടുതലായിട്ട് ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ ഇത് ചിന്തിക്കുന്നതിന് മുന്നമേ അല്പമായിട്ട് നാം ചിന്തിക്കേണ്ടതാകുന്ന ഒരു ബ്രീഫായിട്ടുള്ളതാകുന്ന ഒരു കാര്യം എന്നുള്ളത് ദൈവസഭ എന്താണെന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ സഭ എന്ന വാക്കിന് ഗ്രീക്കിൽ നമുക്കെല്ലാവർക്കും അറിയാകുന്നത് പോലെ തന്നെ എക്ലീസിയ എന്ന ഒരു പദത്തിൽ നിന്നാണ് സഭ അല്ലെങ്കിൽ സമൂഹം, അതിന് കൂട്ടം, സമൂഹം, യോഗം, ഇങ്ങനെയുള്ളതാകുന്ന പല വാക്കുകൾ അതിന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ എക്ലീസിയ എന്ന വാക്കിൻ്റെ യഥാർത്ഥമാകുന്ന അർത്ഥം എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ കൂട്ടം എന്നുള്ളതാണ്, അല്ലെങ്കിൽ വിശ്വാസികളുടെ കൂട്ടം. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ടതാകുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാരുടെ ഗണത്തെയാണ് എക്ലീസിയ എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥമായി നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്നത്. അല്ല, ഒന്നുകൂടെ ഞാനതിനെ ആഴമായി പറഞ്ഞാൽ
കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട വിശുദ്ധന്മാരുടെ ഗണത്തിനെയാണ് സഭ എന്ന വാക്കുകൊണ്ട് നമുക്ക് അർത്ഥമാക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, നമ്മുടെ കർത്താവിൻ്റെ ഹല്ലേലൂയ അനാദി കാലം മുതൽ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരുന്നതാകുന്ന ഒരു പദ്ധതിയാകുന്നു, അല്ലെങ്കിൽ മറഞ്ഞിരുന്നതാകുന്ന ഒരു മർമ്മമാകുന്ന ദൈവസഭ എന്നുള്ള ആ മർമ്മത്തെ ഈ ഭൂമിയിലേക്ക് അവതരിപ്പിക്കുവാൻ വേണ്ടി യഹോവയാകുന്ന ദൈവം 3 കാലങ്ങളെ തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. ഒന്നാമതായിട്ട് ഏദൻ തോട്ടത്തിൽ അതിനെ ആരംഭിപ്പാനിടയായി തീർന്നു. ഏദൻ തോട്ടത്തിൽ വെച്ച് യഹോവയാകുന്ന ദൈവം മനോഹരമാകുന്ന ഒരു ഉദ്യാനം, ഒരു തോട്ടം അവിടെ ആ ഭൂമിയിൽ ഉണ്ടാക്കിയിട്ട് അതിനെ ഏദൻ തോട്ടം എന്നുള്ള പേരോടുകൂടി അതിനെ മാറ്റി വെച്ചിട്ട് അവിടെ നമ്മുടെ ആദിമ മാതാപിതാക്കളെ യഹോവയാകുന്ന ദൈവം വാസത്തിന് വേണ്ടി അവിടെ ഏൽപ്പിപ്പാനിടയായി തീർന്നു. അവർക്ക് വേണ്ടുന്ന സകല സമൃദ്ധിയും ദൈവം അവിടെ കൊടുത്തതിന് ശേഷമായിട്ട് ദൈവം അവർക്ക് ഇങ്ങനെ ഒരു വാഗ്ദത്തം കൊടുത്തു, അല്ലെങ്കിൽ ദൈവം അവർക്കൊരു കൃപ കൊടുത്തു. ആ കൃപ എന്ന് പറയുന്നത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ സന്താന സമൃദ്ധിയുള്ളവരായി അവിടെ പെറ്റു പെരുകുവീൻ എന്നുള്ളതാകുന്ന ഒരു കൃപ ദൈവം അവർക്ക് കൊടുക്കുവാനിടയായി തീർന്നു. ആ കൃപയെ അവർ അതിൽ മൂലമായിട്ട്, നമുക്കറിയാം ആ കാലമെന്ന് പറയുന്നത് പാപമില്ലാത്ത ഒരു കാലമായിരുന്നു. ആ പാപമില്ലാത്ത അനേകം വിശുദ്ധ സന്തതികളെ ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി ദൈവം ഒരു വലിയ കൃപ കൊടുത്ത് അവിടെ ആക്കി വെച്ചതാകുന്ന അവർ 2 പേരും കുറെ കാലങ്ങൾക്ക് ശേഷമായിട്ട് ദൈവം കൊടുത്തതാകുന്ന കൽപ്പനകൾക്കോ ദൈവത്തിൻ്റെതാകുന്ന ഹിതത്തിനോ അനുസരിച്ച് ജീവിപ്പാൻ കഴിയാതെ വണ്ണം ആ ദൈവത്തിൻ്റെതാകുന്ന സംവിധാനത്തിന് പുറത്തേക്ക് അവർ കടന്നു വരുവാനിടയായിത്തീരുന്നു. അതോടുകൂടി ഹല്ലേലൂയ അവരോടൊരുമിച്ച്, വിശുദ്ധ സന്തതിയോടൊരുമിച്ച് ആനന്ദകരമാകുന്ന ഏദൻ്റെ അനുഭവത്തിൽ ജീവിപ്പാൻ ആഗ്രഹിച്ചതാകുന്ന ദൈവത്തിൻ്റെ പദ്ധതികളെ മുഴുവനുമായിട്ട് തകിടം മറിച്ചുകൊണ്ട് ഹല്ലേലൂയ ആ തോട്ടത്തിൽ നിന്ന് അവർ 2 പേരുമായി ഇറങ്ങിപ്പോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ആ ദൈവത്തിൻ്റെ എന്നേക്കുമുള്ളതാകുന്ന ആ സഭ എന്നതാകുന്ന പദ്ധതിയുടെ ആരംഭത്തെ അവിടെ തകർത്തിട്ട് പോകുന്നതാകുന്ന ആ മാതാപിതാക്കളെ ഹല്ലേലൂയ യഹോവയാകുന്ന ദൈവം അവിടെ നിന്ന് ഇറക്കി വിടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിനുശേഷമായിട്ട് കുറേ കാലങ്ങൾ ദൈവത്തിന് ഹല്ലേലൂയ ആ പദ്ധതിയെ ഇവിടെ വായിക്കുന്നത് പോലെ അടച്ചു വച്ചിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു. അതിനുശേഷമായിട്ട് ദൈവം ചെയ്തത്, ചില കാലങ്ങൾക്ക് ശേഷമായിട്ട് അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. ജാതികളുടെ ഇടയിൽ നിന്ന് അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചപ്പോൾ ഹല്ലേലൂയ ദൈവത്തിന് ഏക ഉദ്ദേശമെന്ന് പറയുന്നത് അവനിൽ കൂടെ ഹല്ലേലൂയ ഒരു സഭയെ രണ്ടാമത് സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി അബ്രഹാമിൻ്റെ തലമുറയിൽ നിന്ന് ദൈവം ഒരുത്തനെ പേര് ചൊല്ലി വിളിച്ചു മാറ്റി ഹല്ലേലൂയ അവന് പുതിയൊരു പേര് കൊടുത്തു, ഇസ്രായേൽ എന്ന് നാമകരണം ചെയ്തിട്ട് ഹല്ലേലൂയ അവിടെ നിന്ന് ദൈവം ഒരു സഭയ്ക്ക് ഹല്ലേലൂയ രണ്ടാമതായിട്ട് ആരംഭം കുറിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേൽ എന്നതാകുന്ന മുന്തിരിത്തോട്ടത്തെ ദൈവം തമ്പുരാൻ വളരെ സ്നേഹിച്ച് അവർക്ക് വേണ്ടുന്ന എല്ലാ നിലവാരത്തിലുമുള്ളതാകുന്ന ഹല്ലേലൂയ അനുഗ്രഹങ്ങളെ കൊടുത്തിട്ട് ദൈവം അവരോടൊരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം ആഗ്രഹിച്ചു. എങ്കിലും ദൈവത്തിൻ്റെ ആ പദ്ധതിയും അവിടെ ഹല്ലേലൂയ തകിടം മറിച്ച് കളയുന്ന ഒരു അനുഭവമാണ് കണ്ടത്. ഹല്ലേലൂയ ദൈവം ആഗ്രഹിച്ചതാകുന്ന അതേ മണ്ഡലത്തിലേക്ക് അവർക്കും കടന്നു വരുവാൻ കഴിയാതെ ഇരുന്നപ്പോൾ ഹല്ലേലൂയ ആ രണ്ടാമത്തെ പദ്ധതിയും അവിടെ അവസാനിക്കുന്നതായി കാണുന്നു. ഹല്ലേലൂയ അതിനുശേഷമായിട്ട് ഏറെ നാളുകൾ ഇങ്ങനെ കാത്തിരുന്നിട്ട് ഹല്ലേലൂയ ഇന്നേക്ക് 2000 ചില്ലുവാനും വർഷങ്ങൾക്ക് മുന്നമേ ഹല്ലേലൂയ സ്വർഗത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും വെടിഞ്ഞിട്ട് ഈ താണഭൂമിയിലേക്ക് ഹല്ലേലൂയ കർത്താവാകുന്ന യേശു ക്രിസ്തു കടന്നു വന്ന ഹല്ലേലൂയ അവനിൽ കൂടെ പിതാവാകുന്ന ദൈവത്തിൻ്റെതാകുന്ന ഹല്ലേലൂയ പദ്ധതി വീണ്ടും ആരംഭിപ്പാൻ ദൈവം താല്പര്യപ്പെട്ടു. ഹല്ലേലൂയ മൂന്നാമത്തേതും ഏറ്റവും അവസാനത്തേതുമാകുന്ന സഭയുടെ പണിയെ ഹല്ലേലൂയ അവിടെ വെച്ച് തുടങ്ങുവാൻ ദൈവം താല്പര്യപ്പെട്ടു. ഹല്ലേലൂയ താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ അങ്ങനെ ദൈവത്തിൻ്റെതാകുന്ന 3 പദ്ധതികളും ഹല്ലേലൂയ ദൈവം തമ്പുരാൻ ഹല്ലേലൂയ അവിടുന്ന് ആരംഭിപ്പാനിടയായി തീർന്നു. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ താങ്ക് യു ലോർഡ്. ദൈവത്തിൻ്റെതാ ഇനി നാം വായിച്ചതാകുന്ന ആ വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ ഉത്തമഗീതം 4:12 എൻ്റെ സഹോദരി എൻ്റെ കാന്ത കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം. ഹല്ലേലൂയ
ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു ദൈവത്തിൻ്റെ സഭയാം തോട്ടത്തിൻ്റെ പ്രത്യേകതകളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ സഭയാം തോട്ടത്തിന് ഒത്തിരി പ്രത്യേകതകൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കെട്ടി അടച്ചിരിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, അതിൻ്റെ ഉദാഹരണം ഒന്ന് ഞാൻ പറഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മൾ വീടുകൾ പണിയാറുണ്ട്. ഒരു വീട്ടുടയവൻ ഒരു വീട് പണിഞ്ഞാൽ അദ്ദേഹത്തിന് രണ്ടാമതുള്ളതാകുന്ന ഏറ്റവും വലിയ ഒരു ആഗ്രഹമെന്ന് പറയുന്നത് താൻ പണിതതാകുന്ന വീടിന് ഒരു ചുറ്റുമതിലുണ്ടാക്കുക എന്നുള്ളതാകുന്നു. എന്തിനു വേണ്ടിയാണ് ആ യജമാനൻ അങ്ങനെ ഒരു മതിൽ അവിടെ പണിയുന്നത്? കാരണം വഴിയെ പോകുന്ന എല്ലാത്തിനും ഇതിനകത്തേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഉള്ള അനുവാദത്തെ താൻ നിഷേധിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. തൻ്റെ വീടിനുള്ള സുരക്ഷിതത്വം താൻ കൊടുത്തിട്ട് വേണ്ടുന്നതും വേണ്ടാത്തതുമെല്ലാം ഇതിനകത്ത് കയറി വരുവാൻ കാരണമാകാതെ വണ്ണം അതിനെ അടച്ചു വെക്കുന്നതാകുന്ന ഒരു യജമാനനെ നമുക്ക് കാണുവാൻ കഴിയും. രണ്ടാമതായിട്ട് മതിലതിന് വെച്ചതിന് ശേഷമായിട്ട് പിന്നെ ചെയ്യുന്നതാകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ ചെറിയൊരു ഗേറ്റ് ഇട്ടിട്ട് ആ ഗേറ്റിന് ഒരു ലോക്കും ഇടാറുണ്ട്. ഹല്ലേലൂയ. എന്തിനാണ് ഒരു ഗേറ്റ് പണിയുന്നതും അതിനകത്ത് അവിടെ ഒരു ലോക്ക് പണിയുന്നതുമെന്ന് നാം ചോദിച്ചാൽ, ഹല്ലേലൂയ, നമുക്ക് കാണുവാൻ കഴിയും, നമുക്ക് അറിയുവാൻ കഴിയുന്നതാകുന്ന ഒരു കാര്യം, യജമാനൻ അല്ലെങ്കിൽ ആ വീട്ടുടയവൻ ആഗ്രഹിക്കുന്നവൻ മാത്രം ആ വീടിനുള്ളിലേക്ക് കടന്നു വന്നാൽ മതി. അല്ലാത്തവർക്കാർക്കും ആ വീട്ടിനുള്ളിലേക്ക് ഒരു പ്രവേശനമില്ല എന്നുള്ളതാണ് അതിൻ്റെ തെളിവെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ മനുഷ്യൻ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവിന് അതിൽ എത്രയോ ശ്രേഷ്ഠകരമാകുന്ന കൺസെപ്റ്റാണുള്ളത്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, തൻ്റെ തോട്ടത്തെ, ഹല്ലേലൂയ, ദൈവം തമ്പുരാൻ കെട്ടിയടയ്ക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ആവശ്യമില്ലാത്തതൊന്നും അതിനകത്തേക്ക് കടന്നു വരുന്നുള്ളതാകുന്ന ദൈവത്തിൻ്റെ എന്നേക്കുമുള്ളതാകുന്ന ആ താല്പര്യപ്രകാരം, ഹല്ലേലൂയ, താൻ വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നതാകുന്ന ആ തോട്ടത്തെ, ഹല്ലേലൂയ, യജമാനൻ അവിടെ, ആ തോട്ടക്കാരൻ അവിടെ, ഹല്ലേലൂയ, വേലി കെട്ടി സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. നമുക്ക് അതിനാസ്പദമാക്കിയിട്ട് യശയാ പ്രവചനത്തിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, നമുക്കവിടെ കാണുവാൻ കഴിയുന്നതാകുന്ന കാര്യം ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ രണ്ടാമത്തെ, ഹല്ലേലൂയ, സഭയാകുന്ന ഇസ്രായേലിനെ യഹോവയാകുന്ന ദൈവം എങ്ങനെ പരിപാലിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ നമുക്ക് കാണുവാൻ കഴിയും, ഹല്ലേലൂയ, ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ട് പാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അതിൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു, അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു, നടുവിലൊരു ഗോപുരം പണിതു, ഒരു ചക്കുമിട്ടു, മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. പക്ഷേ കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. ഹല്ലേലൂയ. ഇവിടെ ഇസ്രായേലിനെ പറ്റിയാണ് പറയുന്നത്. ഹല്ലേലൂയ. നല്ല ഒരു യജമാനൻ, നല്ല ഒരു തോട്ടക്കാരൻ, ഹല്ലേലൂയ, താനൊരു തോട്ടം അവിടെ ഉണ്ടാക്കുന്നു. ഹല്ലേലൂയ. അത് എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ, ഏറ്റവും ഫലപ്രദമാകുന്ന കുന്നിൻ്റെ മുകളിൽ ഒരു തോട്ടം യജമാനൻ ഉണ്ടാക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ താൻ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നതാകുന്ന ഒരു മുന്തിരിവള്ളിയെ നടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ആ നടുന്നതിന് മുന്നമേ അവിടെ യജമാനൻ ഒത്തിരി കഷ്ടങ്ങൾ അവിടെ സഹിപ്പാനിടയായി തീർന്നു. താനത് ആ തോട്ടത്തിനകത്ത് ഒത്തിരി വേലകൾ ചെയ്യുവാനിടയായി തീർന്നു. അതിൻ്റെ കല്ലുകളെ താൻ പെറുക്കിക്കളയുവാനിടയായി തീർന്നു. അതിന് തടമെടുക്കുവാനിടയായി തീർന്നു. അതിന് ശേഷമായിട്ട് അതിൻ്റെ നടുക്കൊരു ഗോപുരം പണിയുവാനിടയായി തീർന്നു. അതിനുശേഷമായിട്ട് അവിടെ മാറിത്താൻ ഒരു ചക്കുമിടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഇതിൻ്റെയൊക്കെയും ആത്മീക അർത്ഥങ്ങൾ, ഹല്ലേലൂയ, നാം മനസ്സിലാക്കുമ്പോൾ, ഹല്ലേലൂയ, നാം ഓരോരുത്തരുമാകുന്ന, ഹല്ലേലൂയ, മുന്തിരിവള്ളികളെ ഈ ദേശത്തിൻ്റെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ കർത്താവ് കൊണ്ടുവന്ന, ഹല്ലേലൂയ, തോട്ടത്തിനകത്ത് നട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടിയാണ് നട്ടിരിക്കുന്നത്? ഹല്ലേലൂയ, നല്ല ഫലം കായ്ക്കുന്നതിന് വേണ്ടിയാണ് അവിടെ നട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാ വിധത്തിലുള്ളതാകുന്ന കല്ലുകളെയും പാപത്തിൻ്റെ കളങ്കങ്ങളെയും പറക്കിക്കളഞ്ഞതിന് ശേഷമായിട്ട്, ഹല്ലേലൂയ, നല്ലൊരു ഗോപുരം അതിൻ്റെ നടുക്കുണ്ട്. ആ ഗോപുരം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവാകുന്ന ആ ഗോപുരത്തിനകത്തേക്ക് നമ്മുടെ ഭാരങ്ങളും പ്രശ്നങ്ങളും വേദനകളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്കതിനകത്തേക്ക് ഓടിക്കയറുവാൻ തക്കവണ്ണമുള്ള ഒരു നല്ല ഗോപുരം. ഹല്ലേലൂയ. ആ ദൈവകോപത്തിൻ്റെതാകുന്ന ചക്കിനകത്ത് നമ്മൾ
കെട്ടുപോകാതെ വണ്ണം ഹല്ലേലൂയ നമ്മെ അവിടുന്ന് മാറ്റി നിർത്തിയ നല്ല ഗോപുരത്തിനകത്ത് നമുക്ക് കയറി ഒളിക്കുവാൻ തക്കവണ്ണമുള്ളതാകുന്ന ഒരു അവസരം ഒരുക്കി തരുവാനിടയായി തീർന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും ഹല്ലേലൂയ തോട്ടക്കാരൻ ഹല്ലേലൂയ ആ തോട്ടത്തിലുള്ളതാകുന്ന ആ ഗോപുരത്തിനകത്ത് താൻ ഈ പാർത്തുകൊണ്ട് ഈ മുന്തിരിവള്ളിയെ ദിവസം തോറും താൻ ശ്രദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്തിനു വേണ്ടിയാണ്? നല്ല ഒരു ഫലം ഹല്ലേലൂയ അതിൽ നിന്നുണ്ടാകുന്നതിന് വേണ്ടി, അതിനുവേണ്ടി താൻ ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മുന്തിരിവള്ളി കായ്ക്കുമ്പോൾ വളരെ നല്ല സൗഗന്ധം അല്ലെങ്കിൽ സുഗന്ധമുണ്ടാകുന്നുവെന്ന്. ഹല്ലേലൂയ മുന്തിരിവള്ളി പൂക്കുന്ന സമയത്ത് സുഗന്ധമുണ്ടാകുമ്പോൾ ഹല്ലേലൂയ ആ സമയത്ത് തന്നെ ചെറുകുറുക്കന്മാരും അതിൻ്റെതാകുന്ന ഉള്ളിലേക്ക് കടന്നു വരുവാൻ സാധ്യത ഉള്ളത് കൊണ്ട് ആ തോട്ടത്തിന് യജമാനൻ നല്ലൊരു വേലി കിട്ടിയാണ് അതിനെ സൂക്ഷിച്ചിരുന്നത്. ഹല്ലേലൂയ അത് നട്ടപ്പോൾ കുറുക്കൻ കടന്നു വരുന്നതായി കാണുന്നില്ല. അത് വളരുമ്പോഴുമല്ല കുറുക്കൻ കടന്നു വരുന്നത്. പിന്നെ എപ്പോഴാണ് കുറുക്കൻ കടന്നു വരുന്നതെന്ന് ചോദിച്ചാൽ അത് ഹല്ലേലൂയ ഫലമിടുന്നതിന് മുന്നേ, പൂ വരുന്നതിന് മുന്നേ. ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തി നാളുകളായിട്ട് കാത്തിരിക്കുന്നതാകുന്ന ചില പ്രവൃത്തികളൊക്കെ നടക്കുന്നതാകുന്ന സമയത്ത് ചില പൈശാചിക മണ്ഡലങ്ങൾ പലപ്പോഴും കടന്നു വന്ന് ഹല്ലേലൂയ അതിൻ്റെ ഫലവത്താകാതെ വണ്ണം അതിനെ നശിപ്പിച്ച് കളയുന്നതാകുന്ന അനുഭവങ്ങളെ നമുക്കവിടെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ എന്നാൽ ഇവിടെ അങ്ങനെയുള്ളതാകുന്ന ഒരവസ്ഥ കടന്നു വന്നില്ല. പിന്നെയോ ഹല്ലേലൂയ യജമാനൻ ആഗ്രഹിച്ചതാകുന്ന നിലവാരത്തിൽ അതിനകത്ത് നിന്ന് നല്ലൊരു ഫലം തനിക്ക് ലഭിക്കാതെ വന്നു. എന്താണ് വന്നത്? കാട്ടുമുന്തിരിങ്ങ. അത് കായ്പാനുള്ളതാകുന്ന ആ കാരണമെന്ന് പറഞ്ഞാൽ ഇതിനെ കൊണ്ടുവന്നത് മിസ്രൈമിൽ നിന്നതാണ്. ഹല്ലേലൂയ മിസ്രൈമിൻ്റെ സകല ഹല്ലേലൂയ ആ ഒരു അനുഭവവും കയ്പിൻ്റെ അവസ്ഥയും ഇതിനകത്ത് ചേർന്നിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ അതിനൊരു ഹല്ലേലൂയ ഒരു പുതുക്കം ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ ആ ഫലവത്തായ ആ ഒരു ഫലഭൂയിഷ്ടമായ മണ്ണിനകത്ത് നിന്ന് വേണ്ടുന്നത് മുഴുവനും വലിച്ചെടുത്തിട്ട് ഹല്ലേലൂയ തൻ്റെ കൈപ്പേറിയ അനുഭവത്തെയാണ് അത് വളർത്തിക്കൊണ്ട് വന്നത്. എന്നാൽ തന്നെ ആ സ്വഭാവത്തിനൊരു മാറ്റം അവിടെ ഉണ്ടാകുന്നതായി കാണുന്നില്ല. ഹല്ലേലൂയ യേശു ക്രിസ്തുവിലേക്ക് കടന്നു വന്നിരിക്കുന്നതാകുന്ന ഓരോ ദൈവവൈതലുമേ ഹല്ലേലൂയ ക്രിസ്തുവിൽ നീ ആയിക്കഴിഞ്ഞാൽ നീ ഒരു പുതിയ സൃഷ്ടിയാകുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ പുതിയ സൃഷ്ടിയാകുന്നുവെങ്കിൽ ആ പുതിയ സൃഷ്ടിക്ക് മാത്രമേ ഹല്ലേലൂയ മധുരമുള്ളതാകുന്ന ഫലങ്ങളെ കൊടുക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു ഹല്ലേലൂയ യജമാനന് തക്കതാകുന്ന ഫലം കായ്ക്കാഞ്ഞതുകൊണ്ട് യജമാനൻ തന്നെ ഒരു വേല ചെയ്യുന്നതായിട്ട് അവിടെ കാണുവാൻ കഴിയുന്നു. യജമാനൻ എന്താണ് ചെയ്തത്? താൻ വർഷങ്ങളായി കാത്തിരുന്നിട്ടും നല്ല ഫലം കായ്ക്കാതെ വന്നപ്പോൾ യജമാനൻ അതിൻ്റെ വേലിയെ പൊളിച്ചു കളയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ ഈ സഭയാം തോട്ടമെന്ന് പറയുന്നത് ഹല്ലേലൂയ ചില പ്രമാണങ്ങളാൽ ചില വേലികളാൽ ഹല്ലേലൂയ അവിടുന്ന് കെട്ടപ്പെട്ടതാകയാൽ ഹല്ലേലൂയ ഈ പ്രമാണത്തിനകത്ത് നിൽക്കുന്നവൻ പ്രമാണത്തെ ലംഘിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ ദൈവത്തെ ഹല്ലേലൂയ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ കഴിയാതെ വണ്ണം മനുഷ്യനായി കഴിഞ്ഞാൽ ദൈവം അവനെ നികൃഷ്ട ബുദ്ധിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമെന്ന്. ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ ഹല്ലേലൂയ നിങ്ങൾ എല്ലാവരും ഹല്ലേലൂയ ആ പരിജ്ഞാനത്തിൽ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ ആയിരുന്നു കൊണ്ട് നല്ല ഫലങ്ങളെ കായ്പാൻ തക്കവണ്ണം നമ്മെ ഈ തോട്ടത്തിനകത്താക്കി വെച്ചിരിക്കുമ്പോൾ നാം അങ്ങനെ ആയിരിക്കണമേ എന്ന് ഹല്ലേലൂയ സ്നേഹത്തിൻ്റെ ആത്മാവിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാകുന്നു. ഒരു വിധത്തിലും ദൈവത്തിന് ഇഷ്ടമല്ലാത്തതാകുന്ന തോട്ടക്കാരൻ ഇഷ്ടമല്ലാത്തതാകുന്ന ഫലത്തെ നാം കായ്ക്കരുതെന്നും കൂടെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ രണ്ടാമതായിട്ട് ഈ തോട്ടത്തിൻ്റെതാകുന്ന കെട്ടിയടച്ചിരിക്കുന്ന തോട്ടത്തിനെ പറ്റി ഒത്തിരി പറയുവാനുണ്ടെങ്കിലും മുന്നിലുള്ളതാകുന്ന സമയത്തിന് ഹല്ലേലൂയ അത് പര്യാപ്തമല്ലാത്തത് കൊണ്ട് രണ്ടാമതായിട്ടുള്ളതാകുന്ന ഈ തോട്ടത്തിൻ്റെ പ്രത്യേകതയിലേക്ക് ഞാൻ കടന്നു വരുവാൻ താല്പര്യപ്പെടുന്നു. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ഈ തോട്ടത്തിന് നനവുള്ളതായിരിക്കണം. ഹല്ലേലൂയ താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ യജമാനൻ ആഗ്രഹിക്കുന്നത് ഈ തോട്ടത്തിന് നല്ല നനവുണ്ടായിരിക്കണമെന്നാണ്. ഹല്ലേലൂയ നമുക്കറിയാം ആദിമ മാതാപിതാക്കൾക്ക് വസിക്കുവാൻ വേണ്ടി യഹോവയാകുന്ന ദൈവം ആ തോട്ടം ഒരുക്കി കൊടുത്തപ്പോൾ അതിനെ നനയ്ക്കുവാൻ വേണ്ടി ഹല്ലേലൂയ അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വെള്ളം കടന്നു ചെല്ലേണ്ടതിന് വേണ്ടി ആ തോട്ടത്തിൻ്റെ നടുവിൽ നിന്ന് ദൈവം ഹല്ലേലൂയ ഒരു നദിയെ പുറപ്പെടുവിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ ആ നദി കടന്നു ചെന്ന് ആ തോട്ടത്തിൻ്റെ എല്ലാ വൃക്ഷങ്ങളുടെ ഇടയിൽ കൂടെ കടന്നു ചെന്നപ്പോൾ ഹല്ലേലൂയ നല്ല വെള്ളത്തെ വലിച്ചെടുത്ത് ഹല്ലേലൂയ വൃക്ഷങ്ങൾ നന്നായി വളരുവാനിടയായി തീർന്നു, ഫലം കായ്പാനിടയായി തീർന്നു.
അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൻ്റെ നദി ഹല്ലേലൂയ തന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുവാനിടയായിത്തീരും. ഹല്ലേലൂയ, പ്രിയപ്പെട്ട ദൈവപൈതലേ, നിന്നെ ഹല്ലേലൂയ തോട്ടത്തിൻ്റെ നടുവിൽ ദൈവമാക്കി വെച്ചിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവാകുന്ന നദിയുടേതാകുന്ന ഒഴുക്ക് നിന്റെ ജീവിതത്തിൽ, ആ നനവ് നിന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്നതാകുന്ന മണ്ഡലത്തിലേക്ക് നിനക്കൊരിക്കലും ഉയർന്നു വരുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ഈ നദിക്ക് ഒത്തിരി പ്രത്യേകതയുണ്ട് പ്രിയപ്പെട്ടവരെ. ഇത് പരിശുദ്ധാത്മാവിൻ്റെ നദിയാകുന്നു. ഈ നദിക്കുള്ളതാകുന്ന ഒത്തിരി പ്രത്യേകതകളെ നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമത്, ഈ നദിയുടെ പേരെന്ന് പറയുന്നത് ജീവജലത്തിൻ്റെ നദി എന്നാണ്. ഹല്ലേലൂയ, എന്ന് പറഞ്ഞാൽ ഇതിനകത്തെ വെള്ളമൽപ്പം കുടിക്കുന്നവന് ഏതർത്ഥപ്രാണനായി കിടന്നവനായിരുന്നാലും അവൻ്റെ ഉള്ളിലേക്കൊരു ജീവൻ ഹല്ലേലൂയ കടന്നു ചെല്ലുവാനിടയായിത്തീരും. ഇത് ഒഴുകി ചെല്ലുന്ന ഇടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിപ്പാനിടയായിത്തീരും. ഹല്ലേലൂയ, ഈ തോട്ടത്തിനകത്തുകൂടെ ഒഴുകുന്ന നദിയെന്ന് പറയുന്നത് എല്ലാത്തിനെയും മരിച്ചു കിടക്കുന്ന മണ്ഡലങ്ങളെ ജീവിപ്പിക്കുന്ന ഒരു നദിയാകുന്നു. ഹല്ലേലൂയ, രണ്ടാമതായിട്ട് അവിടെ പറയുവാൻ കഴിയുന്നു, ഈ നദിയിലെ വെള്ളത്തിനൊരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ, ആ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ശുഭ്രമാകുന്ന ഹല്ലേലൂയ പളുങ്ക് പോലെയുള്ള വെള്ളം. ഹല്ലേലൂയ, അവിടെ യാതൊരു മാലിന്യവും കലർന്നിട്ടില്ലാത്തതാകുന്ന വെള്ളമാകുന്നു അത്. ഹല്ലേലൂയ, ആ ശുഭ്രമാകുന്ന വെള്ളത്തിൽ ഹല്ലേലൂയ പളുങ്ക് പോലെ ഉള്ളതാകുന്ന ആ വെള്ളത്തിൽ നീ നിന്നെ തന്നെ ഒന്ന് നോക്കുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിലുള്ളതാകുന്ന എല്ലാ പാപത്തിൻ്റെ പ്രവൃത്തികളെയും കളങ്കങ്ങളെയും അഴുക്കുകളെയും നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് തന്നെ ഒരു ശുദ്ധീകരണം ഹല്ലേലൂയ നമുക്ക് പ്രാപിപ്പാൻ കഴിയും. ഈ പളുങ്ക് നദിക്കകത്തൂടെ ഹല്ലേലൂയ നാം ഒന്ന് നോക്കി കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെതാകുന്ന മണ്ഡലങ്ങൾക്ക് വ്യത്യാസം വരുവാനിടയായിത്തീരും. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ് ജീസസ്. ഈ നദിയുടെ പ്രത്യേകത രണ്ടാമത്തേത് അതാണ്. ഹല്ലേലൂയ, അതിനുശേഷമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ഈ നദി ഒഴുകി വരുന്നത് എവിടെ നിന്നാണെന്ന്. ഹല്ലേലൂയ, നദി ഒഴുകി വരുന്നത് വിശുദ്ധ മന്ദിരത്തിൽ നിന്നാണ് ഈ നദി ഒഴുകി വരുന്നത്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ഒഴുകി വരുന്നതാകുന്ന ഈ നദിയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, ഈ നദിക്കൊരു പേരുണ്ട്. വീണ്ടും അത് വിശുദ്ധ നദിയാണ്. ഹല്ലേലൂയ, അശുദ്ധമായതൊന്നും അതിനകത്തില്ല. ഹല്ലേലൂയ, ഈ വെള്ളത്തിനകത്ത് അശുദ്ധമായതില്ല. ഇതിനകത്തൊരു മാലിന്യമാർക്കും കലർത്തുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ഇത് വിശുദ്ധിയുടേതാകുന്ന ഒരു പര്യായമാകുന്നു പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുവന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നാൽ അവൻ്റെ സമസ്ത മേഖലകളെയും വിശുദ്ധീകരിക്കുന്നതാകുന്നുവെന്ന് നമുക്കറിയുവാൻ കഴിയും. ഹല്ലേലൂയ, ഈ പരിശുദ്ധാത്മാവിൻ്റെ നദി ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് അധികമായി ഇറങ്ങി വരട്ടെ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, സങ്കീർത്തന പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഈ നദിയുടെ വീണ്ടും ചില പ്രത്യേകതകൾ. ഹല്ലേലൂയ, ഈ നദി ഹല്ലേലൂയ ഉഴവ് ചാലുകളിലേക്ക് ഇറങ്ങി പോകുന്ന നദിയാണ്. ഹല്ലേലൂയ, അവിടെ നിന്നുകൊണ്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഹല്ലേലൂയ ഉഴവ് ചാലുകൾ പോലെ ഹല്ലേലൂയ കീറി മുറിക്കപ്പെട്ടതാകുന്ന പ്രശ്നങ്ങളുമായിട്ട് ഇന്ന് പകൽ വേളയിൽ എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ നിങ്ങൾ ആരെങ്കിലും മുറിഞ്ഞു കിടക്കുന്ന മണ്ഡലങ്ങളിൽ എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ പ്രശ്നത്തിന് പരിഹാരമില്ലാത്ത അനുഭവത്തിൽ നാളുകളായിട്ട് നീറുന്ന അനുഭവത്തിൽ ഹല്ലേലൂയ നിങ്ങൾ ആരെങ്കിലും എന്നെ ശ്രവിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ഈ പരിശുദ്ധാത്മാവിൻ്റെ നദി ഹല്ലേലൂയ നിങ്ങളുടെ ഉഴവ് ചാലുകളിലേക്ക് ഇന്ന് ഹല്ലേലൂയ സന്ധ്യായാമത്തിൽ ഇറങ്ങി വരുമാറാകട്ടെ. ഹല്ലേലൂയ, അവിടെ ചില ഹല്ലേലൂയ വിടുതലുകൾ നടക്കപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ, ഈ നദിക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് സൗഖ്യമാക്കുന്ന നദിയാണ്. ഹല്ലേലൂയ, ഈ നദിയിലെ വെള്ളത്തിൽ ഹല്ലേലൂയ നീ ഒന്ന് ഇറങ്ങിയാൽ നിന്റെ ജീവിതത്തിന് സൗഖ്യമുണ്ടാകും, ആരോഗ്യമുണ്ടാകും, ബലമുണ്ടാകും. ഹല്ലേലൂയ, അതുകൊണ്ട് ഇന്ന് ഈ സമയത്ത് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ നദി നമ്മുടെ കീറി മുറിക്കപ്പെട്ടതാകുന്ന ഉഴവ് ചാലുകൾക്കകത്തേക്കൊന്ന് ഇറങ്ങിച്ചെല്ലണമേ എന്ന് വാസ്തവമായി ഹല്ലേലൂയ ഞാനത് പറയുമ്പോൾ തന്നെ അത് ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ,
അതിനുശേഷമായിട്ട് ഈ നദി ഹല്ലേലൂയ ഇതിൻ്റെ നനവ് ചില കട്ടകളെ ഉടച്ച് നിരത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ ഉടയപ്പെടാത്തതാകുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാനിടയായി തീരുമാറാകട്ടെ. ഹല്ലേലൂയ ചില പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, കല്ലുപോലെയുള്ളതാകുന്ന പ്രശ്നങ്ങൾ. ഹല്ലേലൂയ കല്ലുപോലെയുള്ളതാകുന്ന പ്രശ്നങ്ങൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനകത്തേക്ക് നീ ഒന്നിടുമ്പോൾ ഹല്ലേലൂയ ആ പരിശുദ്ധാത്മാവിൽ കൂടെ ആ വിഷയങ്ങളെ പ്രാർത്ഥിച്ചൊന്ന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമെങ്കിൽ ഹല്ലേലൂയ അവിടെ ഒരു നനവുണ്ടായിട്ട് ഹല്ലേലൂയ പ്രശ്നങ്ങളൊക്കെ കുതിർന്നിട്ട് ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഉടഞ്ഞിട്ട് വരും ദിവസങ്ങളിൽ ഹല്ലേലൂയ കട്ടകൾ ഉടഞ്ഞു മാറിയ അനുഭവത്തിൽ പാപത്തിൻ്റെ കട്ടകൾ ഉണ്ടായിരിക്കാം. ഹല്ലേലൂയ ജീവിതത്തിൻ്റെ ഭാരമാകുന്ന കട്ടകൾ ഉണ്ടായിരിക്കാം. ഹല്ലേലൂയ അതൊക്കെ ഒന്ന് ഉടഞ്ഞു മാറിയിട്ട് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ സ്വാതന്ത്ര്യത്തോടുകൂടെ കർത്താവിനെ ആരാധിക്കുവാൻ ഹല്ലേലൂയ സ്വാതന്ത്ര്യത്തോടുകൂടെ ചില വേലകളെ ചെയ്യുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്നവരിൽ പല പ്രിയപ്പെട്ടവരും വർഷങ്ങളായിട്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. വാഗ്ദത്ത വിഷയങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് ഹല്ലേലൂയ. എന്നാൽ കാലപ്പഴക്കം കൊണ്ട് ഹല്ലേലൂയ അതൊക്കെയും കട്ട പോലെ ഹല്ലേലൂയ ഘനീഭവിച്ചിരിക്കുന്ന അവസ്ഥയാകുന്നുവെങ്കിൽ ഇന്ന് പകൽ വേളയിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ കട്ടയ ഹല്ലേലൂയ ആ ഒരു നദിയാൽ ഹല്ലേലൂയ ആ നനവിനാൽ നിന്റെ കട്ടകളെയൊക്കെ ഒന്ന് ഉടച്ചു മാറ്റപ്പെട്ട ഹല്ലേലൂയ ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ ചില വിടുതലുകൾ കർത്താവ് നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ചില കട്ടകൾ ഈ പകൽ വേളയിൽ ഒന്ന് ഉടഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ നനവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതേ അങ്ങനെ തന്നെ സംഭവിപ്പാനിടയായി തീരും. അതിനുശേഷമായിട്ട് ഹല്ലേലൂയ നന്മകൾ പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇതൊക്കെ സംഭവിച്ച് കഴിയുമ്പോൾ ഹല്ലേലൂയ തടയപ്പെട്ട പല നന്മകളും നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ പ്രാപിച്ചെടുക്കുവാൻ നമുക്കിടയായി തീരും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ നനവുണ്ടായിരിക്കണം. ഹല്ലേലൂയ ആരാധനയുടെ നനവുണ്ടായിരിക്കണം. ഹല്ലേലൂയ വിശുദ്ധിയുടെ നനവുണ്ടായിരിക്കണം. ഹല്ലേലൂയ വിശ്വസ്തതയുടെ നനവുണ്ടായിരിക്കണം. ഹല്ലേലൂയ അതിലൊക്കെ ഉപരിയായിട്ട് ഹല്ലേലൂയ ദൈവ സ്നേഹത്തിൻ്റെ ഒരു നനവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ ഈ തോട്ടത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നനവുള്ള തോട്ടമാണ്. ഹല്ലേലൂയ അതിനുശേഷമായിട്ട് ഒത്തിരി പ്രത്യേകതകളുണ്ടെങ്കിലും ഞാൻ ഒരു പ്രത്യേകത കൂടെ പറയുവാൻ താല്പര്യപ്പെടുകയാണ്. മൂന്നാമതായിട്ട് ഹല്ലേലൂയ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഈ തോട്ടം സുഗന്ധം വീശുന്നതായിരിക്കണമെന്നുള്ളതാണ്. ഹല്ലേലൂയ യജമാനൻ്റെ ഹല്ലേലൂയ ഏറ്റവും വലിയ ഒരു ആഗ്രഹത്തിൽ ഒന്നാണ് ഹല്ലേലൂയ ഈ തോട്ടം സുഗന്ധം വീശുന്നതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഉത്തമഗീതങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ മുന്തിരി വള്ളി പൂത്ത് സുഗന്ധം വീശുന്നു എന്ന്. ഹല്ലേലൂയ ഈ സഭയാം തോട്ടത്തിനകത്ത് യജമാനൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഹല്ലേലൂയ അവിടുന്ന് എപ്പോഴും സുഗന്ധപൂരിതമായിരിക്കണമെന്നുള്ളതാകുന്നു. ഹല്ലേലൂയ ദൈവത്തിൻ്റെ സഭയാം തോട്ടത്തിനകത്ത് നമ്മെ ആക്കി വെച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ നാം രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും യേശുക്രിസ്തുവിന് സൗരഭ്യവാസനയായി തീരണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ നാം എപ്പോഴും അത് വളരെ ശ്രദ്ധിച്ച് തന്നെ നമ്മുടെ വാക്ക് പ്രവൃത്തി എല്ലാ മണ്ഡലങ്ങളും കർത്താവിന് പ്രസാദകരമാകുന്ന രീതിയിൽ നാം ആയിരിക്കണമെന്ന് കൂടെ ഞാൻ ഓർപ്പിപ്പാൻ താല്പര്യപ്പെടുകയാണ്. അതിനുശേഷം അതിൻ്റെ 6:2 ഇങ്ങനെ പറയുന്നു, ആ സുഗന്ധത്തെ ആസ്വദിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ ആ പ്രിയൻ യജമാനൻ ഹല്ലേലൂയ ആ തോട്ടത്തിനകത്തുകൂടെ നടക്കുന്നുവെന്ന്. ഹല്ലേലൂയ ജീസസ്. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ നാം ആകുന്ന തോട്ടത്തിനകത്തുകൂടെ ഹല്ലേലൂയ നമ്മുടെ കർത്താവാകുന്ന പ്രിയൻ ഹല്ലേലൂയ ഓരോ ദിവസവും ഓരോ നിമിഷവും ഹല്ലേലൂയ താൻ ഇറങ്ങി സഞ്ചരിക്കുമ്പോൾ നമ്മുടെ വാക്കിനെ അവൻ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മുടെ കേൾവിയെ അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഹല്ലേലൂയ നാം കാണുന്നതിനെ കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്. ഇതൊക്കെയും മുഖാന്തരമായിട്ട് ഹല്ലേലൂയ നാം സുഗന്ധം കൊടുക്കുന്നവരാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ അതിനോട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് മനസ്സിലാകുവാൻ തക്കവണ്ണം ഒരു ചെറിയ ഉദാഹരണം കൂടെ പറയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഹല്ലേലൂയ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഈ സയാമീസ് ഇരട്ടകൾ എന്ന് പറഞ്ഞാൽ. ഹല്ലേലൂയ സയാമീസ് ഇരട്ടകൾ എന്ന് പറഞ്ഞാൽ ഒന്നോടൊന്ന് ചേർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ ഒരു പക്ഷെങ്കിൽ അവർക്ക് 2 തലയുണ്ടായിരിക്കാം, എന്നാൽ ശരീരം ഒന്നായിരിക്കും. ഹല്ലേലൂയ അതുപോലെ തന്നെ ഹല്ലേലൂയ കർത്താവാകുന്ന യേശുക്രിസ്തുവിനോട് നാം ചേർന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ നാം അവനെ ധരിച്ചിരിക്കുന്നു.
പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഹല്ലേലൂയ, നാം അവനിലാണ് ഇരിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. യോഹന്നാൻ അപ്പോസ്തലനും അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനോട് നാം ചേർന്നിരിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ പറഞ്ഞു വരുന്നത് നാം സുഗന്ധം കൊടുക്കേണ്ടതിൻ്റെതാകുന്ന ആവശ്യകതയെ നിങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ആ സയാമീസായിരിക്കുന്ന നമ്മോട് ചേർന്നിരിക്കുന്ന നമ്മുടെ കർത്താവിന്, ഹല്ലേലൂയ, നാം ഒരു സയാമീസ്, ഹല്ലേലൂയ, ഒരു ദുർഗന്ധം വഹിക്കുന്ന അനുഭവത്തിലും മറ്റേത് ആ ദുർഗന്ധമില്ലാത്ത അവസ്ഥയിലായിരുന്നാലും, ഹല്ലേലൂയ, ആ ദുർഗന്ധം രണ്ടുപേർക്കും ഒരുപോലെ ബാധകമാണ്. അതുപോലെ തന്നെ നമ്മുടെ കർത്താവിനോട് നാം ചേർന്നിരിക്കുമ്പോൾ ദൈവത്തിന് ഹിതമല്ലാത്തതാകുന്ന ഏത് വിഷയം നാം ചെയ്താലും ദൈവത്തിനത് ദുർഗന്ധം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നാം കർത്താവിനോട് ചേർന്നിരിക്കുന്നുവെങ്കിൽ, എന്നോട് കൂടെ എൻ്റെ കർത്താവ് ചേർന്നിരിക്കുന്നുവെന്ന് തോന്നലുള്ള പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ, എല്ലാവരും നിങ്ങളുടെ വാക്ക് പ്രവൃത്തി സകലതും, ഹല്ലേലൂയ, ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം, സുഗന്ധമുള്ളതായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ യജമാനന്, നമ്മുടെ തോട്ടക്കാരന്, ഹല്ലേലൂയ, നാം അവിടുന്ന്, ഹല്ലേലൂയ, എപ്പോഴും അവനെ സന്തോഷിപ്പിക്കുന്നവരായിരിക്കണം. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും യേശു ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നവനാകുന്ന കർത്താവ്, ഹല്ലേലൂയ, അത് മുഴുവനും ഈ ലോകത്തിന് സുഗന്ധം കൊടുക്കുവാൻ തക്കവണ്ണം നാം, ഹല്ലേലൂയ, ഒരുക്കിയെടുക്കുന്നുവെങ്കിൽ, നാം അതിനു വേണ്ടി നമ്മെ തന്നെ പ്രിപ്പയർ ആക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നമ്മെക്കുറിച്ച് മറ്റുള്ളവർ എപ്പോഴും നല്ല സാക്ഷ്യം പറയുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ഇവിടെ വീണ്ടും ഒന്നുകൂടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ആ യജമാനൻ, ഹല്ലേലൂയ, ഉത്തമഗീതം 1:12 പറയുന്നു, രാജാവ് ഭക്ഷണത്തിനിരിക്കുമ്പോൾ എൻ്റെ ജഡാമാംസി സുഗന്ധം വീശുന്നുവെന്ന്. ഹല്ലേലൂയ. നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കണം, കർത്താവ്, ഹല്ലേലൂയ, നമ്മോടുകൂടെ എപ്പോഴും, ഹല്ലേലൂയ, ഭക്ഷണം കഴിപ്പാൻ ആഗ്രഹിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും, ഹല്ലേലൂയ, നമ്മോടൊപ്പം ചേർന്നിരിപ്പാൻ ആഗ്രഹിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അതാണ് ദൈവസഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ഈ ഭൂമിയിൽ സഭയെന്ന സിസ്റ്റത്തെ, ഹല്ലേലൂയ, അവിടുന്ന്, ഹല്ലേലൂയ, ആവിഷ്കരിപ്പാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവത്തിനുള്ള ഏറെ ഇഷ്ടകരമാകുന്ന കാര്യമെന്ന് പറയുന്നത് തൻ്റെ സഭയോട് ഒരുമിച്ച് വസിക്കുക എന്നുള്ളതായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ദൈവം തമ്പുരാൻ അല്ലെങ്കിൽ രാജാവുടെ ഭക്ഷണത്തിന് ഒരുമിച്ച് അവിടെ ഇറങ്ങി വരുന്നതായി കാണുന്നു. അപ്പോൾ, ഹല്ലേലൂയ, അവിടെ നിന്നെ ഒരു ജഡാമാംസി ആയിട്ട്, അല്ലെങ്കിൽ ജഡാമാംസി എന്ന് പറഞ്ഞാൽ അതൊരു ചെടിയാണ്, എപ്പോഴും സുഗന്ധം വീശുന്നതാകുന്ന ഒരു ചെടിയാണ് ഈ ജഡാമാംസി എന്ന് പറയുന്നതാകുന്ന ചെടി. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് നമ്മളെ ഈ തോട്ടത്തിനകത്ത്, ഹല്ലേലൂയ, പുതിയ നിയമസഭയാകുന്ന തോട്ടത്തിനകത്ത് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ജഡാമാംസികളാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, എപ്പോഴും നാം സുഗന്ധം കൊടുക്കേണ്ടവരാണ്. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ, ഹല്ലേലൂയ, ഈ 3 വിഷയങ്ങളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഒന്നാമതായിട്ട്, ഹല്ലേലൂയ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, അത് തോട്ടം കെട്ടിയടച്ചിരിക്കണം. രണ്ടാമതായി ദൈവം ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നനവുള്ളതായിരിക്കണം. മൂന്നാമതായിട്ട് അത് സുഗന്ധപൂരിതമായിരിക്കണമെന്നാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ അതിൻ്റെ അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാകുന്ന കാര്യമെന്ന് പറയുന്നത്, ഈ 3 കാലഘട്ടത്തിലും ഉണ്ടായതാകുന്ന സഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിച്ചതാകുന്ന കാര്യമെന്ന് പറയുന്നത് കെട്ടിയടയ്ക്കുക, നനവുള്ളതായിരിക്കുക, സുഗന്ധം വീശുക എന്നുള്ളതായിരുന്നു. എന്നാൽ ആ 2 കാലഘട്ടത്തിലുമുള്ളതാകുന്ന സഭയ്ക്ക് അതിനുള്ള ആ യജമാനൻ്റെ ഹിതപ്രകാരം അതിനെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിഞ്ഞില്ല. നമുക്കറിയാം, ഹല്ലേലൂയ, ആദമിനെ ഹവ്വയെയും യഹോവയാകുന്ന ദൈവം ആ തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ട സമയത്ത് ദൈവം ഇങ്ങനെ ഒരു വാക്ക് അവിടെ പറഞ്ഞിട്ടാണ് അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടത്. ദൈവം ഇങ്ങനെ പറഞ്ഞു, അവരെ ഇറക്കി വിട്ടതാകുന്ന സ്ഥലത്ത് കൃഷി ചെയ്യേണ്ടതിന് വേണ്ടി യഹോവയാകുന്ന ദൈവം അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. എന്നിട്ട് ദൈവം അതിന് വേറൊരു കാവൽ വെച്ചു, കെരൂബുകളെ കൊണ്ടതിന് കാവൽ വെച്ചു. കർത്താവ് അതിനെ സൂക്ഷിപ്പാനിടയായി തീർന്നു. ദൈവം ഇറക്കി വിട്ടതാകുന്ന
ആ ദൈവം ഇവരെ ഇറക്കി വിട്ടിട്ട് ആ കൃഷിഭൂമി ദൈവത്തിൻ്റെതാകുന്ന ഹൃദയത്തിൽ അനാദി കാലങ്ങളായിട്ട് അവിടെ മറയപ്പെട്ട് കിടക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ആ കൃഷിഭൂമിയെ ഞാൻ പറഞ്ഞല്ലോ മൂന്നാമത്തേതും അവസാനത്തേതുമാകുന്ന സഭയായിട്ട് ഹല്ലേലൂയ അവിടുന്ന് മാറ്റിയെടുക്കുവാൻ വേണ്ടി ഹല്ലേലൂയ ആ കൃഷിഭൂമിയെ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ വിലയേറിയ രക്തം കൊടുത്ത് ഹല്ലേലൂയ അവൻ്റെ ജീവൻ കൊടുത്ത് ഹല്ലേലൂയ ആ ഭൂമിയെ ആ ഏദന്റെ ആനന്ദത്തെ വീണ്ടും അവിടുന്ന് മടക്കിയെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അത് വില കൊടുത്ത് പിന്നെ വാങ്ങുവാനിടയായി തീർന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയായിട്ട് ആ ഭൂമിയെ മാറ്റിയെടുത്തിട്ട് അവിടെ വേറെ ഒരു ഹല്ലേലൂയ പുതിയൊരു കൃഷി ആരംഭിച്ചു. ഹല്ലേലൂയ ആ കൃഷിയാണ് അപ്പോസ്തലനാകുന്ന പൗലോസ് ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ കൊരിന്ത്യ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി, ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം. ആമേൻ. വിശ്വാസത്താൽ ഹല്ലേലൂയ നടപ്പെട്ടതാകുന്ന വിശ്വാസത്താൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ഹല്ലേലൂയ ജാതിയിൽ നിന്നും ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും വിലയ്ക്ക് വാങ്ങപ്പെട്ട് ഈ തോട്ടത്തിനകത്ത് ഈ പുതിയ നിയമ തോട്ടത്തിനകത്ത് ഹല്ലേലൂയ നടപ്പെട്ടതാകുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ ഹല്ലേലൂയ ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ ഹല്ലേലൂയ ഫലഭൂയിഷ്ടമാകുന്ന മണ്ണാണ്. ഇവിടെ നിന്ന് നമുക്ക് ധാരാളം വലിച്ചെടുത്ത് ഹല്ലേലൂയ നമുക്ക് വളരുവാൻ കഴിയും. ഈ മണ്ണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹല്ലേലൂയ ഇവിടെ ഫലഭൂയിഷ്ടി ഉള്ളതാകുന്ന മണ്ണാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ ഈ മണ്ണിന് ഫലഭൂയിഷ്ടി ഉണ്ടെന്നും പറഞ്ഞ് ഹല്ലേലൂയ നമ്മളത് ധാരാളം വലിച്ചെടുത്തിട്ട് ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഹല്ലേലൂയ കാട്ടുമുന്തിരിങ്ങ കായ്ക്കുന്ന അവസ്ഥയിലായിരിക്കുവാനല്ല, പിന്നെയോ ഹല്ലേലൂയ ഈ ഫലഭൂയിഷ്ടമാകുന്ന അനുഭവത്തിലെ ഹല്ലേലൂയ നാം അതിനെ ഹല്ലേലൂയ ഉൾക്കൊണ്ടുകൊണ്ട് ഹല്ലേലൂയ ഈ വളക്കൂറുള്ള മണ്ണിൽ നിന്ന് നാം അതിനെ ഹല്ലേലൂയ ആഗിരണം ചെയ്തിട്ട് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ പുഷ്ടിയുള്ളതാകുന്ന ഹല്ലേലൂയ ആ നനവിൽ കൂടെ നാം അവിടുന്ന് ഹല്ലേലൂയ ആ നനവിനെ നമ്മൾ ഹല്ലേലൂയ ഏറ്റെടുത്തിട്ട് ഹല്ലേലൂയ അടിസ്ഥാന ഉപദേശങ്ങളാകുന്ന വേലിക്കെട്ടിനകത്ത് നാം നിന്നുകൊണ്ട് ഹല്ലേലൂയ നാം നന്നായി വളരുന്നുവെങ്കിൽ ഹല്ലേലൂയ നാം അവിടുന്ന് കളയായിട്ട് ഹല്ലേലൂയ വളരുവാനല്ല ഹല്ലേലൂയ നല്ല കതിരുകളായിട്ട് ഹല്ലേലൂയ നാം വളർന്നു വരുന്നുവെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ യജമാനൻ ഹല്ലേലൂയ ആ നല്ല കതിരുകളെ ചേർക്കുവാൻ വരുന്ന ഒരു കാലമുണ്ട് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ അതിൻ്റെ കാലമേറെ സമീപിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ അതിൻ്റെ നാദങ്ങളൊക്കെ ഹല്ലേലൂയ കാലഘട്ടത്തിൽ നമുക്ക് കേൾക്കുവാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഈ നല്ല വിത്തുകളെ ഹല്ലേലൂയ ചേർക്കുവാൻ തക്കവണ്ണം മണവാളൻ കടന്നു വരുമ്പോൾ അവനോടൊത്ത് കളപ്പുരയിൽ ചേർക്കപ്പെടുവാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഹല്ലേലൂയ ആ കളപ്പുരയിൽ ചേർക്കപ്പെടുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ നമ്മെ ആക്കി വെച്ചിരിക്കുന്നതാകുന്ന ഹല്ലേലൂയ ഈ തോട്ടത്തിനകത്ത് നിന്നുകൊണ്ട് ഹല്ലേലൂയ നാം കെട്ടിയടയ്ക്കപ്പെട്ട അനുഭവത്തിലായിരിക്കുക. ഹല്ലേലൂയ കെട്ടിയടയ്ക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ അതിൻ്റെ വേലിക്കെട്ടെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ഉപദേശങ്ങളും പ്രമാണങ്ങളും അടിസ്ഥാന ഉപദേശത്തിനകത്ത് നിന്നുകൊണ്ട് ഹല്ലേലൂയ വളരുവാൻ തക്കവണ്ണം നല്ല സാഹചര്യത്തിൽ നമ്മെ ആക്കി വെച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടേതാകുന്ന ഓരോ കൊമ്പുകളും വെളിയിലേക്ക് നീട്ടി ഹല്ലേലൂയ അരുതാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ വണ്ണം ഹല്ലേലൂയ ആ മുന്തിരിവള്ളിയാകുന്ന യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഹല്ലേലൂയ നമ്മുടെ യജമാനനാകുന്ന ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഹല്ലേലൂയ നല്ല കൊമ്പുകളായിട്ട് നമുക്ക് വളരുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ നല്ല ഫലങ്ങളെ കൊയ്തെടുക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുമ്പോൾ അത് കൊടുക്കുവാൻ ഹല്ലേലൂയ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ നമ്മളെ കേൾപ്പിച്ചതാകുന്ന ഈ ചെറിയ ആലോചനയ്ക്ക് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ അപ്രകാരം കർത്താവ് ഹല്ലേലൂയ ഈ വചനങ്ങളാൽ എന്നെ കേട്ട പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ നിങ്ങളെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കുമാറാകട്ടെ, നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചനം എന്നെ കേട്ടവരും ഹല്ലേലൂയ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരും ഹല്ലേലൂയ ഇനി കേൾക്കുവാൻ പോകുന്നവരും ഹല്ലേലൂയ ആ യേശു ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ ഹല്ലേലൂയ അവനോടൊപ്പം ഹല്ലേലൂയ ഞാനും നിങ്ങളും കാണപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ എനിക്ക് സമയത്തെ അനുവദിച്ചു തന്നതാകുന്ന കർത്താവിൻ്റെ ദാസിയോടുള്ളതാകുന്ന നന്ദിയെയും ഇതുവരെയും എന്നെ ശ്രവിച്ചു കൊണ്ടിരുന്നതാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ളതാകുന്ന എൻ്റെ നന്ദിയെയും സ്നേഹത്തെയും അറിയിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധാനത്തിൽ ഇരുന്നു കൊള്ളുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.